ഒരു ശരണം. നമസ്കാരം. ഞാനിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഇടുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇട്ട വീഡിയോയുടെ താഴെ 2-3 കമൻറ്റ് വന്നു. ഈ സമയത്തിനുള്ളിൽ ഞാൻ 3 പേരെ വിളിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ആൾ ശ്രീമതി അംബികാമുത്തു, நீங்கள் சொல்லியிருக்கு வாட்ஸ்அப் மெசேஜ் செய்து தேங்க்யூன்னு சொல்லியிருக்கு, ப்ளீஸ் நீங்கள் டெஸ்ட் பண்ணுங்க. ஏனென்றால் ஒரு 500க்கு மேலே வாட்ஸ்அப் மெசேஜ் வந்திருக்கு. அப்போ டெஸ்ட் பண்ணுங்க. டெஸ்ட் பண்ணியால் அது சீனியரிட்டி ஆர்டரில் கிடைக்கும். உங்கள் பேர் வச்சு ഞാൻ பார்க்கலாம், உங்கள் காண்டாக்ட் பண்ணலாம். അർജൻറ്റ് இருக்குது, എന്നാന്ന് தெரியாது. 2 ശ്രീമതി പേര് പറയുന്നില്ല, പറഞ്ഞിരിക്കുന്നത് സാർ വാട്സാപ്പ് ഇട്ട മെസ്സേജ് നോക്കാനുള്ള മനസ്സ് കാണിക്കണം ദയവ് ചെയ്ത് സഹോദരി. ഞാൻ അത് തന്നെ ഇത് ചെയ്യാം. പക്ഷേ വാട്സാപ്പിൽ നോക്കാനുള്ള പറഞ്ഞല്ലോ, ഈ ലാസ്റ്റ് വരുന്ന മെസ്സേജുകൾ മുകളിൽ വരും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് വാട്സാപ്പ് ചെയ്തിട്ടൊന്ന് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യും. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് വെച്ച് സേവ് ചെയ്യും. പേര് സേവ് ചെയ്യും. നിങ്ങളുടെ പേര്, നാളും സ്ഥലവും ഒന്ന് പറയും. നാളും സ്ഥലം. കാര്യം ഞാൻ അത് വെച്ചാണ് സേവ് ചെയ്യുന്നത്. ഒരാളെ വിളിക്കുമ്പോൾ അവരുടെ നാളെന്താണെന്ന് അറിയുമ്പോൾ നമുക്കൊരു എനർജി കണക്ഷൻ അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ നാൾ ചോദിക്കുക. എന്നിട്ട് നാളും നിങ്ങളിപ്പോൾ താമസിക്കുന്ന, സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലവും എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് വിദേശമോ അല്ലെങ്കിൽ വേറെ സ്ഥലത്താണെങ്കിൽ അത് കാണിക്കുക. അതൊന്ന് ടെസ്റ്റ് ചെയ്യുക ദയവ് ചെയ്ത്. അതൊന്ന് ഞാൻ ചോദിക്കുന്നത് ശരിയല്ല എന്ന് പറയാം, ഇങ്ങനെ കണ്ടീഷൻ വെക്കണം. പക്ഷേ ഒരു സർവീസ് ചെയ്യാനായിട്ട് ഇത്ര ഇതായതുകൊണ്ട് കാര്യം വാട്സാപ്പിൽ തപ്പിയെടുക്കാൻ സമയം പിടിക്കുന്നു. കാര്യം സേവ് ചെയ്താൽ പേര് തപ്പാം. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയുന്നതിൽ കൂടുതലുണ്ടെങ്കിൽ ക്ഷമിക്കണം പ്ലീസ്. ഇതൊന്ന് ചെയ്താൽ ടെസ്റ്റ് ചെയ്യൂ കേട്ടോ പ്ലീസ്. പിന്നെ വേറെ ഒരു വ്യക്തി ചോദിച്ചിരിക്കണം, വിവാഹം, വീട് പണി, ജോലി എന്നിവ ശരിയാവാൻ എന്തു ചെയ്യണം? ഇതെല്ലാം ശരിയാകും. കാര്യം നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം മുള പൊട്ടിക്കഴിഞ്ഞാൽ അത് ന്യായമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുള്ളതുണ്ടെങ്കിൽ അത് നടന്നിരിക്കണം. കാര്യം മനസ്സിലൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഊർജം ഉണ്ടായിക്കഴിഞ്ഞു, അതിൻ്റെ കല്ലിടൽ വിത്ത് പാകിക്കഴിഞ്ഞു, അത് അതിൻ്റെ ആ വൃക്ഷം വടവൃക്ഷമാകേണ്ടതാണ്. അതിൻ്റെ തടസ്സങ്ങൾ ചില നവഗ്രഹങ്ങളും നമ്മുടെ ജീവിതം, നമ്മുടെ പാസ്റ്റ് ലൈഫായിരിക്കും. അതിന് തീർച്ചയായിട്ടും ഗൈഡൻസ് തരാൻ പറ്റും. അതിന് ഈ ജാതകം അതൊരു മാധ്യമമായി വെച്ചുകൊണ്ട്, ഞാനൊരു ജ്യോതിഷനല്ല, അതും ഞാൻ പറയാം. എനിക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്ന അനുസരിച്ച് ഞാൻ ചെറിയ പ്രതിവിധികൾ പറയാം. ചെറിയ രീതിയിൽ ഒരു കാര്യം ഞാൻ പറയാം. നേരത്തെ പറഞ്ഞ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്തില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരേ നക്ഷത്രം ഒരേ ആൾക്ക് പറയുന്ന പ്രതിവിധി വേറെ ആൾക്ക് വേറെ ആയിരിക്കും. അതുകൊണ്ട് ഒരാൾക്ക് പറഞ്ഞ പ്രതിവിധി, ഇപ്പോൾ നമ്മൾ സാധാരണ ഡോക്ടർമാരെ കണ്ടിട്ട് മരുന്ന് വാങ്ങിക്കും. എന്നിട്ട് ഒരാൾക്ക് പനിക്കൊരു ഡോക്ടർ ഒരു മരുന്ന് എഴുതി കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആളും, അനിയനോ ചേട്ടനോ പനി, അല്ലെങ്കിൽ അടുത്ത ബന്ധുവിനോ അടുത്ത വീട്ടിലെ ആൾക്കുണ്ടെങ്കിൽ ആ മരുന്ന് തന്നെ കഴിക്കാൻ പറയും. ഒരിക്കലും ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർമാർ പോലും ഒരു മരുന്ന് എഴുതുന്നത് അവരുടെ ഇൻഡ്യൂഷനെ ഞാൻ പറയുള്ളൂ. കാര്യം ഈ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി, തൂക്കം, പ്രായം, അങ്ങനെ കുറേ സാഹചര്യങ്ങൾ വെച്ചായിരിക്കും ഡോക്ടേഴ്സ് മരുന്ന് എഴുതണം. അത് വേറൊരാൾക്ക് അത് പ്രയോജനപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. അതുപോലെ നമുക്ക് പരിഹാരം, നമുക്ക് ആരെങ്കിലും മന്ത്രദീക്ഷ തന്നിട്ടുണ്ട്, ആ മന്ത്രം അത് ആ ഗുരു അനുവാദം തരാണ്ട്, ഇപ്പോൾ മന്ത്രദീക്ഷ ആചാര്യന്മാരും തരുന്നുണ്ട്, ഗുരു വേണമെന്നില്ല. കാര്യം വേറെ ആൾക്ക് കൊടുക്കാനായിട്ട് അനുവാദം തരണമെങ്കിൽ അത് ഗുരുസ്ഥാനീയർക്ക് മാത്രമേ പറ്റുള്ളൂ. ഗുരു എന്ന് പറയുന്ന തലം വേറെയാണ്. വെറുതെ എന്തെങ്കിലും കുറച്ച് ഞാൻ പറയണ പോലെ കുറച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ഗുരു ആകുന്നില്ല. ഒരു ആചാര്യൻ നിങ്ങളെ ഒരു വെൽവിഷറായിട്ട് മാത്രമേ കാണാവുള്ളൂ, അതിൽ കൂടുതൽ കാണരുത്. അത് എന്നിൽ പ്രാരബ്ധ കർമ്മങ്ങൾ ഉണ്ടാക്കും. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. അപ്പോൾ ആർക്കെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞാൽ, ചിലർ ഫാമിലിക്ക് ഞാൻ പറയുന്നുണ്ട്, ആ ഫാമിലി മാത്രം ഇത് ചെയ്യുക. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഈ പ്രതിവിധി പറഞ്ഞു തന്നിരുന്നു എന്ന് പറഞ്ഞ് ചെയ്താൽ ഓക്കെ, പറഞ്ഞു കൊടുക്കാം. പക്ഷേ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത എനർജി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകും. അതാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു തരുന്ന ഒറ്റമൂലി മന്ത്രങ്ങളൊന്നും വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കരുതെന്ന് പറയണത്. എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞു തരുമ്പോൾ അവിടെ സങ്കല്പശക്തി വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞു തറഞ്ഞ ആൾക്ക് പോലും അറിയാത്ത രീതിയിൽ സങ്കല്പശക്തി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില പ്രായമുള്ള ആൾക്ക് ഇങ്ങനെ കണ്ണേറ് ഒഴിഞ്ഞെടുക്കാൻ അറിയാം അല്ലേ? കണ്ണേറ് ഒഴിഞ്ഞെടുക്കുന്നത് അവർ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ കഴിവ് പോവുകയാണ്. അപ്പോൾ ഇതറിയാവുന്നതുകൊണ്ട് പലരും ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഈ കൊതിക്കൂറെല്ലാം ഒഴിയുന്ന പഴയ അമ്മമാരൊക്കെ ഉണ്ട്. അത് ഒരു എനർജിയാണ്, മനസ്സിലായി? അത് നമ്മുടെ ബോധവുമായിട്ട്, നമ്മുടെ ബോധം മനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ബോധം, ശരീരം, പ്രവൃത്തി, ഈ മൂന്നുമായിട്ട് ഇത് 3 തലമാണ് കേട്ടോ. ശരീരം, ബോധം, പ്രവൃത്തി, ഈ 3 തലവുമായിട്ട് വർക്ക് ചെയ്യുന്ന ഇതാണ് എനർജി. അതുകൊണ്ട് ഒരാൾക്ക് പറഞ്ഞു തന്നത് ദയവ് ചെയ്ത് വേറെ ആൾക്ക് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം അതിൽ കുറച്ച് അത് പപ്പാതിയായി പോവും, മനസ്സിലായി? അത് മാത്രമേ ഉള്ളൂ. കൊടുക്കണം നിർബന്ധമുള്ളവർക്ക് കൊടുക്കാം, ഇതേ ഉള്ളൂ. അപ്പോൾ ഈ
സംശയം ചോദിച്ചവരോട് ഞാൻ പറയാണ്, എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ടോ നിങ്ങൾ ലക്ഷ്യം സാധിച്ചിരിക്കും. കാര്യം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ തടസ്സങ്ങൾ വരുന്നത് നമ്മുടെ നവഗ്രഹങ്ങളുടെ സ്വാധീനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പഞ്ചഭൂതങ്ങളുടെ സ്വാധീനത്തിലാണ് ജീവിക്കുന്നത്, പാസ്റ്റ് ലൈഫ് കർമ്മകളുടെ സ്വാധീനത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അത് ചില കാര്യങ്ങൾക്ക് നമുക്ക് ഹർഡിൽസ് ആയിട്ട് വരും. പക്ഷേ ഹർഡിൽസ് നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ദയവ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ തീവ്രമായിട്ട് തോന്നുകയാണ് ശ്രീനിവാസ പൈ സാറിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങളുടെ കാര്യത്തിന് പ്രതിവിധി കിട്ടിയേക്കുമെന്ന് തീവ്രമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ മാത്രം ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യൂ. എല്ലാവർക്കും പ്രതിവിധി പറയാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ദയവ് ചെയ്ത് എനിക്കത് നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറെ കാര്യം ഒന്ന് പറഞ്ഞിരിക്കുന്നത്, ബാബാജിയെക്കുറിച്ചുള്ള അനുഭവ കഥകൾ പറയാമോ എന്നാണ്. ദയവ് ചെയ്ത് എനിക്ക് വലിയ അനുഭവങ്ങളില്ല. പക്ഷേ എന്നെ ബന്ധപ്പെടുന്ന പല ആൾക്കാർക്കും വളരെയധികം അനുഭവങ്ങളുണ്ട്. ഞാൻ അവരുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പേഴ്സണലി ഞാനുമായിട്ട് കോൺടാക്റ്റ് ഉള്ളവരാണെങ്കിൽ പേഴ്സണലി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ആ അനുഭവങ്ങൾ പേര് പറയണമെങ്കിൽ പറയാം, ഇല്ലാണ്ടും പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ മഹാവതാർ ബാബാജി എന്ന് പറയുന്ന ആ ശക്തി നമ്മുടെ LMRKയിലെ ശ്രീ രജിത് സാറും പറയുന്നുണ്ട്. രജിത് സാറിന് മുരുകൻ്റെ ഭയങ്കര കണക്ഷനാണ് കേട്ടോ. LMRKയിലെ കുറേ മെമ്പേഴ്സുണ്ട്. ഞാനും LMRKയിൽ മെമ്പറാണ്. ചിലർ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ സജീവമായിട്ടൊന്നുമില്ല, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പോകാൻ പറ്റുന്നിടത്ത് പോകും. പഴനിയിലെ 2 യാഗത്തിന് പോയതാണ്, അതുകൂടാണ്ട് ഗുരുവായൂരിലുള്ള പ്രോഗ്രാമൊക്കെ ഞാൻ പോയതാണ്. പക്ഷേ രജിത് സാറിനെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് അദ്ദേഹമൊന്നും അറിയില്ല. നമ്മളങ്ങനെ ആരെയും ഇത് ചെയ്ത് അങ്ങോട്ട് കയറി ഇത് ചെയ്യാറില്ല. കാര്യം അവരുടെ സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ LMRKയിലെ പല ആൾക്കാരുണ്ട്. അത് ഭയങ്കര മുരുകൻ്റെ എനർജി ഭയങ്കര വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രജിത് സാറും പറഞ്ഞിട്ടുണ്ട്. കാര്യം മഹാവതാർ ബാബാജി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിസ്സിസും കൂടി അദ്ദേഹം ജപ്പാനിലോ എങ്ങാണ്ട് ഇരിക്കുമ്പോൾ മിസ്സിസ് പിള്ളയ പാണ്ടിപ്പേട്ട അങ്ങനെ ആ സ്ഥലത്ത് മഹാവതാർ ബാബാജിയുടെ പൂർവ്വ എന്ന് പറഞ്ഞാൽ നാഗരാജ് എന്നുള്ള നാമധേയം ഉണ്ടായിരുന്നപ്പോൾ ജനിച്ച സ്ഥലത്ത് മെഡിറ്റേഷൻ ഇടുന്ന അനുഭവം അദ്ദേഹത്തിൻ്റെ ബുക്കുകളിൽ പറയുന്നുണ്ട്. യുഗപ്പുറവയ്ക്ക് മുമ്പിൽ സാധിക്കുമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. വാങ്ങിച്ചു ഇപ്പോൾ അത് 11-12 എഡിഷനായി. ഞാൻ വാങ്ങിച്ചു, കുറേ പേർക്ക് അത് കൊടുത്തിട്ടുണ്ട്. ചിലരോട് അത് വായിച്ചു തുടങ്ങി, ചിലർക്ക് സങ്കല്പം വെച്ച് കൊടുത്ത് ഞാൻ ഓരോ പേജ് വായിച്ച് ഇന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞ് വിവിധ ജാതി മതസ്ഥർക്ക് സങ്കല്പം വെച്ച് കൊടുത്തത് മിറാക്കിൾസ് നടന്നിട്ടുണ്ട് ആ ബുക്ക്. കാര്യം മുരുക ഭഗവാൻ വാക്കുകളിലൂടെ രചിജിയെ കൊണ്ട് എഴുതിച്ചിരിക്കുന്നതാണ് യുഗപ്പിറവയ്ക്ക് മുമ്പിൽ, ഒന്ന് വായിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ മഹാവതാർ ബാബാജി നമ്മുടെ ലോക സമാധാനത്തിന് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ പല പത്രങ്ങളുടെയും തലക്കെട്ട്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് വേറൊരു രാജ്യത്തിൻ്റെ ഭരണാധിപനോട് ചോദിച്ചു, താൻ എന്താണ് മൂന്നാം ലോക മഹായുദ്ധത്തിനാണോ ശ്രമിക്കുന്നതെന്ന് ചോദിച്ച് ആ ചർച്ച അലസിപ്പിരിഞ്ഞ് മറ്റേ ആൾക്ക് ഇറങ്ങിപ്പോണ്ടി വന്നു. ഗെറ്റ് ഔട്ട് അടിച്ചു. അവിടെ മഹാവതാർ ബാബാജിയുടെ ഇടപെടലുണ്ട്. ഇല്ലെങ്കിൽ ലോകത്തിലെ വൻ ശക്തികൾ തമ്മിൽ ഒരു മഹായുദ്ധം ഉണ്ടായാൽ അത് അറിയാം. ലോകത്തിലെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഈ ഇടയ്ക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ പ്രസിഡൻറ്റ് വന്നു. അദ്ദേഹത്തിൻ്റെതായ പിടിവാശികളുള്ള മനുഷ്യനാണെങ്കിലും ലോക സമാധാനത്തിന് വേണ്ടി മഹാവതാർ ബാബാജി വർക്ക് ചെയ്തു. അപ്പോൾ ബാബാജിയെക്കുറിച്ചുള്ള അനുഭവ കഥകൾ പറഞ്ഞാൽ ഇന്ന് അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിൽ സന്തോഷം തോന്നി. കാര്യം ആ ഒരു യുദ്ധം ഉക്രൈനെ പിന്തുണച്ചിരുന്നെങ്കിൽ ലോകത്തിൻ്റെ കംപ്ലീറ്റ് കോവിഡ് വന്നതിന് ശേഷം 5 വർഷത്തിന് ശേഷം അടുത്ത സാമ്പത്തിക അരാജകത്വം വരുമായിരുന്നു. അത് ദൈവം മുരുകൻ്റെ അംശാവതാരമായ മഹാവതാർ ബാബാജി അത് മാറ്റി. അത് പ്രവചിച്ച ശ്രീ രജിത് അവർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. അദ്ദേഹത്തിന് കുറേ ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട്. ഇത് രസമല്ല കേട്ടോ. ഇത് ആൾക്കാർ വിചാരിക്കുമ്പോൾ ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട് പരമസുഖമാണെന്ന്. അദ്ദേഹം അനുഭവിക്കുന്ന ഇത് അദ്ദേഹത്തിൻ്റെ പല ഓൺലൈൻ മീറ്റിങ്ങിലും ഞാൻ പോകാറുണ്ട്. ഇത് പറയുമ്പോൾ ആരെങ്കിലും വിചാരിക്കരുത് ഞാനും രജിത് സാറുമായിട്ട് പേഴ്സണലി പരിചയമുണ്ടെന്ന്. ഇല്ല, ചില കണക്ഷനുള്ള ആൾക്കാരുമായിട്ട് ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് സത്യം. അത് അവർ പോലും അറിയുന്നില്ല, എൻ്റെ ബന്ധുക്കൾ പോലും അറിയില്ല. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ബന്ധുവുണ്ട് ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ച്, ചേട്ടൻ LMRKയിൽ മെമ്പറാണല്ലേ എന്ന് ചോദിച്ചു. കാര്യം അതിൽ പോകുമ്പോൾ അറിയാം ഞാൻ ആ ഗ്രൂപ്പിലുണ്ടെന്ന്. തമിഴ് ഗ്രൂപ്പിലുണ്ട്, മലയാളം ഗ്രൂപ്പിലുണ്ട് ഞാൻ കേട്ടോ. കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ സാക്ഷിഭാവത്തിൽ നമ്മളാലാകുന്ന കാര്യങ്ങൾ ചെയ്യണം. നമ്മളാൽ ധനമായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, മനസ്സാൽ ഇങ്ങനെ ഉള്ള ഇത് ചെയ്യുന്നു. ധനപരമായിട്ട് എനിക്ക് കിട്ടുന്നതിലെ ഒരു ഭാഗം ഞാൻ അവിടെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ മഹാവതാർ ബാബാജിയുടെ അനുഭവകഥ ലാസ്റ്റ് പറഞ്ഞാൽ 3-ാം ലോക മഹായുദ്ധം നടത്താനാണ് നീ വന്നിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണാധിപനെ
ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയായ ഒരു രാജ്യത്തിൻ്റെ തലവൻ ഗെറ്റ് ഔട്ട് അടിച്ചതാണ് മഹാവതാർ ബാബാജിയുടെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഇന്നലെ ആ രാജ്യത്ത് ഇന്നലെയായിരുന്നു അവിടെ നടന്ന മിറാക്കിൾ ആയിട്ടുള്ള ഒരു അനുഭവം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എന്നെ കാണുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് എൻ്റെ ആ മെഡിറ്റേഷൻ്റെ എനിക്ക് കിട്ടുന്നതിൻ്റെ ആ പുണ്യം എല്ലാവർക്കും ഞാൻ പങ്കുവെച്ച് നൽകുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.